1928 സെപ്റ്റംബർ മാസം കോഴിക്കോടുള്ള ഒരു സമ്പന്ന കുടുംബം. പുലർച്ചെ 3 മണിക്ക് എന്തോ അസാധാരണമായ ശബ്ദം കേട്ട് ഉണരുന്നു. ടെന്നീസ് ബോളിന്റെ വലിപ്പമുള്ള കല്ലുകൾ വീടിനുള്ളിലേക്ക് വീഴുകയാണ്. വീട്ടുകാർ ഓരോ ജനലുകളും അടച്ചു, വാതിലുകൾ പരിശോധിച്ചു. കല്ലുകൾ എവിടെ നിന്നാണ് വീഴുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അവരുടനെ പോലീസിനെ വിളിച്ചു. 2 പോലീസുകാർ വന്നു. ചുറ്റുപാടും പരിശോധിച്ചു. വേലക്കാരെ ചോദ്യം ചെയ്തു. അയൽവാസികളോട് അന്വേഷിച്ചു. പക്ഷെ ഒരു വിവരവും ലഭിച്ചില്ല. ഓരോ ദിവസവും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. അയലിൽ തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ തന്നെ തീ കത്തുന്നു. ഇരിക്കുന്ന പായ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുന്നു. മൺപാത്രങ്ങൾ പൊട്ടിത്തകരുന്നു. പക്ഷെ അതിലും മോശമായ കാര്യം മറ്റൊന്നായിരുന്നു. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം മോശമാവുന്നു. കറികളിൽ മാലിന്യവും മുടിയും കലരുന്നു. പുലർച്ചെയുള്ള നിർത്താതെയുള്ള കല്ലേറുകൾ. യുക്തിവാദിയും അഭിഭാഷകനുമായിരുന്ന KV കൃഷ്ണയ്യർ അന്വേഷിക്കാൻ വന്നു. എന്നാൽ അദ്ദേഹം കണ്ട ചില കാര്യങ്ങൾ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. 7 ദിവസം ആക്രമണങ്ങൾ തുടർന്നു. വീട്ടുകാരനവരോട് ഒരു അയൽവാസി താൻ കണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. 3 മാസം മുമ്പ് അവർ പിരിച്ചുവിട്ട വേലക്കാരൻ രാത്രി അവരുടെ വീടിന് പുറകിലെ ആൽമരത്തിനടുത്ത് വെച്ച് മന്ത്രോച്ചാരണം നടത്തിയിരുന്നത്രേ. വാഴയിലയിൽ പൊതിഞ്ഞ മാംസവും മദ്യവും അർപ്പിച്ചുകൊണ്ട് അയാൾ ആരെയോ പ്രാർത്ഥിച്ചു. കാരണവർ അയാളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അയാളെ കിട്ടിയില്ല. അതോടെ ആ വീട്ടിലെ അസ്വസ്ഥതകളും ഇല്ലാതായി. അധികാരികൾക്കും പോലീസുകാർക്കും വിശദീകരിക്കാനായില്ലെങ്കിലും ആ വീട്ടിലെ കാരണവർക്ക് ആ കാര്യം ഉറപ്പായിരുന്നു. ഇത് അവന്റെ കളിയാണ്, ചാത്തന്റെ. ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ആയിരക്കണക്കിന് ചാത്തൻ കഥകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കേട്ടത്. പകൽ സമയത്ത് ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുകയും എന്നാൽ രാത്രി പ്രതികാരത്തിനായി ദുർമന്ത്രവാദികൾ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. കേരളത്തിന്റെ വാമൊഴി കഥകളിൽ ചാത്തൻ വിഷ്ണുമായയാണ്, ശിവന്റെയും പാർവതിയുടെയും മകൻ. ശിവനും പാർവതിയും സന്യാസവേഷം ധരിച്ച് കാടുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ശിവൻ കൂളിവാക എന്ന സുന്ദരിയായ ആദിവാസി സ്ത്രീയെ കാണാനിടയായി. അവൾ പാർവതി ദേവിയുടെ തികഞ്ഞ ഭക്തയായിരുന്നു. ശിവൻ അവളോട് തോന്നിയ മോഹം അദ്ദേഹം അവളെ അറിയിച്ചു. കൂളിവാക ധർമ്മസങ്കടത്തിലായി. താൻ ആരാധിക്കുന്ന ദൈവത്തെ എങ്ങനെ തിരസ്കരിക്കാനാവും? മാത്രമല്ല തൻ്റെ ഇഷ്ടദേവതയായ പാർവതി ദേവിയെ തഴയാനും ആവില്ല. ക്ഷിപ്രകോപിയായ ശിവനോട് പെട്ടെന്ന് ഉത്തരം പറയാതെ തനിക്ക് ആർത്തവമാണ്, 4 ദിവസം കഴിഞ്ഞ് വരാമെന്ന് കൂളിവാക അറിയിച്ചു. ശേഷം അവൾ പാർവതി ദേവിയെ പ്രാർത്ഥിച്ചു. അവളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ദേവി കഴിഞ്ഞ ജന്മത്തിൽ അവൾ ഗണപതിക്ക് മുലയൂട്ടിയതിനുള്ള ശാപമാണിതെന്നും മാത്രമല്ല ശിവനും പാർവതിക്കും ഉണ്ടായ കുഞ്ഞിനെ ഈ ജന്മത്തിൽ വളർത്താൻ അവൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നും അവളെ അറിയിച്ചു. പിന്നീട് പാർവതി ദേവി കൂളിവാകയുടെ രൂപത്തിൽ ശിവൻ അരികിലെത്തി. ഇതേ സമയം സ്വർഗത്തിൽ മൃഗാസുരൻ എന്ന അസുരൻ നാശം വിതയ്ക്കുകയായിരുന്നു. ദേവന്മാർക്ക് അവനെ തടയാൻ സാധിച്ചിരുന്നില്ല. അവർ നാരദ മുനിയുടെ അടുത്തെത്തി പരിഹാരം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശിവനും പാർവതിക്കും മനുഷ്യരൂപത്തിലായിരിക്കുമ്പോൾ ജനിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമേ മൃഗാസുരനെ നശിപ്പിക്കാൻ കഴിയൂ. ഭൂമിയിലാവട്ടെ കൂളിവാകയായി വേഷം ധരിച്ച പാർവതിയുടെയും ശിവന്റെയും പ്രണയത്തിൽ ചാത്തൻ ഉണ്ടായി. പാർവതി ദേവി കുഞ്ഞിനെ കൂളിവാകയ്ക്ക് വളർത്താൻ ഏൽപ്പിച്ചു. ചാത്തൻ അതിവേഗം വളർന്നു. 8ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു യോദ്ധാവിന്റെ ശക്തിയും ഒരു പണ്ഡിതന്റെ ജ്ഞാനവും ഒരു ദൈവത്തിന്റെ മായാശക്തികളും ഉണ്ടായിരുന്നു. അവൻ ഒരു പോത്തിനെ എതിരിട്ട് മെരുക്കി അതിനെ തന്റെ വാഹനമാക്കി. ഒരു ദിവസം നാരദ മുനി അവനെ കാണാൻ ഭൂമിയിലെത്തി. അവന്റെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ചും ജന്മോദ്ദേശത്തെക്കുറിച്ചും മുനി അവനെ അറിയിച്ചു. അങ്ങനെ ചാത്തൻ തന്റെ വാഹനത്തിൽ കൈലാസത്തിലേക്ക് തിരിച്ചു. പക്ഷെ ശിവന്റെ കാവൽക്കാരനായ നന്ദികേശനെ പറ്റി അറിയാമല്ലോ. അദ്ദേഹത്തിനെ കബളിപ്പിച്ചല്ലാതെ പിതാവിനെ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ചാത്തൻ തന്റെ മായ ഉപയോഗിച്ച് വിഷ്ണു ഭഗവാന്റെ രൂപമെടുത്തു. അങ്ങനെ തന്റെ പിതാവിനെയും മാതാവിനെയും ദർശിക്കാൻ അവന് കഴിഞ്ഞു. തന്റെ മകന്റെ അപൂർവമായ മായാശക്തിയിൽ മതിപ്പുണ്ടായ ശിവൻ അവന് വിഷ്ണുമായ എന്ന് പേര് നൽകി. പാർവതി ദേവിയാകട്ടെ 2 മന്ത്രവടികൾ സമ്മാനിച്ചു. അതുമായി അവൻ മൃഗാസുരന്റെ അടുത്തേക്ക് യാത്രയായി. പിന്നെ നടന്നത് മഹായുദ്ധമായിരുന്നു. യുദ്ധത്തിനിടയിൽ ചാത്തന്റെ ഓരോ രക്തത്തുള്ളികൾ നിലത്ത് വീഴുമ്പോഴും ഓരോ ചാത്തന്മാർ ജനിച്ചു. 400 കുട്ടിച്ചാത്തന്മാർ അങ്ങനെ രൂപം കൊണ്ടു. എന്നാൽ അതിൽ 10 പേർ അസുരനെ പരാജയപ്പെടുത്തുന്നതിനിടയിൽ സ്വയം ബലിയർപ്പിച്ചു. ബാക്കി 390 പേർ ചാത്തന്റെ നിത്യസൈന്യമായി. ആ മഹായുദ്ധത്തിൽ വിജയിച്ച ചാത്തനെ ദേവേന്ദ്രൻ പ്രശംസിക്കുകയും തങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ചാത്തൻ ആ ക്ഷണം നിരസിച്ചു. താൻ ഈ ഭൂമിയിൽ തുടരുകയും തന്നെ വിളിക്കുന്നവരുടെ രക്ഷകനായി ദൈവമായി അവിടെ കുടികൊള്ളുമെന്നും പറഞ്ഞു. അതെ, ചാത്തൻ ദൈവമാണ്. അവൻ തൻ്റെ 390 സഹോദരങ്ങൾക്കൊപ്പം ഭൂമിയിൽ തന്നെ വിളിക്കുന്നവരെ സേവിക്കുന്നു എന്നാണ് ഐതിഹ്യം. കേരളത്തിൽ ചാത്തൻ സേവ എന്ന ആചാരം നിലവിലുണ്ട്. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം പോലെ കാര്യം അത്ര സിമ്പിൾ അല്ല. ചാത്തന്റെ സേവനം എന്നതിലുപരി ചാത്തനെ മന്ത്രങ്ങളിലൂടെ ബന്ധിച്ചടിമയാക്കുന്നു എന്നതാണ് ശരി. എന്നാൽ ചിലയിടങ്ങളിൽ ചാത്തൻ ആരാധനയും നിലവിലുണ്ട്.
ചരിത്രപരമായി ചാത്തൻ ആരാധന കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന സമൂഹമാണ് ചെയ്തിരുന്നത്. അവരെ സംബന്ധിച്ച് ചാത്തൻ സംരക്ഷകനായിരുന്നു, ജാതിയോ പദവിയോ കാര്യമാക്കാതെ തങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം. പക്ഷെ നൂറ്റാണ്ടുകളായി ചില ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടിരുന്ന കുടുംബങ്ങളിൽ കുട്ടിച്ചാത്തനെ കെണിയിൽ വീഴ്ത്തി അനുസരിപ്പിച്ച് നിർബന്ധിതമായി ചില പ്രതികാര പ്രവൃത്തികൾ ചെയ്യിക്കാനും തങ്ങളുടെ സമ്പത്ത് ഉയർത്താനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കഥകളുണ്ട്. ഒരു മന്ത്രവാദിയോ അല്ലെങ്കിൽ മന്ത്രതന്ത്രങ്ങൾ അറിയുന്ന കാരണവരോ അർദ്ധരാത്രിയിൽ ചാത്തനെ വിളിക്കുന്ന കർമ്മം ചെയ്യും. ഇതിനായി ആൽമരത്തിന്റെ ചുവട്ടിലോ ശ്മശാനത്തിലോ ഹോമകുണ്ഡം തയ്യാറാക്കി നിർദ്ദിഷ്ട മന്ത്രങ്ങൾ 1008 തവണ ജപിക്കും. പിന്നീട് രക്തബലി നൽകും. മിക്കവാറും കോഴിയുടെയോ മറ്റു മൃഗങ്ങളുടെയോ ആവാം. പിന്നീട് ചാത്തന് മദ്യവും കഞ്ചാവും മാംസവും വെറ്റിലയും ഒക്കെ നൽകും. മന്ത്രങ്ങൾ ജപിച്ചു വെച്ച കുപ്പി, മോതിരം, മരപ്പാവ തുടങ്ങിയവയിലേക്ക് ചാത്തനെ ആവാഹിക്കും. ഒരിക്കൽ ബന്ധനസ്ഥനായാൽ ആ കുട്ടിച്ചാത്തൻ ആ മന്ത്രവാദിയുടെ എല്ലാ കൽപ്പനകളും അനുസരിക്കണം. ചാത്തന്റെ മന്ത്രശക്തികൾ വളരെ വലുതാണ്. ഈ മന്ത്രവാദം ചെയ്ത കാരണവന്മാർ പറയുന്നതനുസരിച്ച് പണം മോഷ്ടിക്കാനും വിളവ് 10 മടങ്ങുണ്ടാക്കാനും ശത്രുക്കളെ നശിപ്പിക്കാനും ചാത്തനെ ഉപയോഗിക്കാം. വീട്ടുകാവലും ശത്രുക്കളുടെ വീട്ടിൽ കല്ലെറിയലും തീ കത്തിക്കലും അവരെ ഭ്രാന്തന്മാരാക്കലും തുടങ്ങി പല കാര്യങ്ങൾക്ക് ചാത്തനെ ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും നീതിപൂർണമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ചാത്തനെ ഉപയോഗിക്കുന്നവരും കുറവല്ല. വടക്കൻ കേരളത്തിലെ ചില കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കല്ലൂരിലും കാട്ടുമപ്പാടും ഒക്കെയുള്ള നമ്പൂതിരി ബ്രാഹ്മണര് തലമുറകളായി ചാത്തന്മാരെ നിയന്ത്രിച്ചു വരുന്നു എന്ന് കഥകളുണ്ട്. അവർ ആചാരപരമായ ആദരവോടെ ചാത്തനെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ചാത്തന്റെ ഉടമസ്ഥത ചില പ്രത്യേക നിബന്ധനകളോട് കൂടിയുള്ളവയാണ്. ഒന്നാമത്തേത് പതിവ് വഴിപാടുകൾ. ചാത്തന് ഭക്ഷണവും പാനീയവും ലഹരിയും എല്ലാം കൊടുത്ത് പരിപോഷിപ്പിക്കണം. വെറും മന്ത്രങ്ങൾ കൊണ്ട് അവനെ തളച്ചു നിർത്താനായില്ല. രണ്ടാമത്തേത് ആദരവാണ്. ചാത്തനുള്ള വഴിപാടുകൾ നിലയ്ക്കുകയോ അവനെ ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതും നിർത്തുകയോ ചെയ്താൽ അവൻ അവർക്കെതിരെ തന്നെ തിരിയും. 3, മോചന രീതി. ചാത്തനെ ശരിയായ രീതിയിൽ മോചിപ്പിക്കാതെ മന്ത്രവാദി മരിക്കുകയാണെങ്കിൽ ചാത്തൻ വന്യമായ ശക്തിയായി മാറും. അവൻ കുടുംബം നശിപ്പിക്കും, ബന്ധനത്തിനുള്ള പ്രതികാരം ചെയ്യും. ശത്രു സംഹാരത്തിന് വേണ്ടി പണം നൽകിയാൽ ചാത്തൻ സേവ നടത്തുന്ന മന്ത്രവാദികൾ കേരളത്തിലുണ്ടത്രേ. പ്രണയപരാജയം, കുടുംബസ്വത്ത് തർക്കങ്ങൾ, ബിസിനസ് എതിരാളികളെ തോൽപ്പിക്കൽ, ഇവയ്ക്കൊക്കെ ആളുകൾ ഇവരെ സമീപിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊന്നും വെറും കഥകളായിട്ട് തോന്നില്ല. ഈ സേവനങ്ങൾ പരസ്യം ചെയ്യുന്ന സജീവമായ വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ ഇപ്പോഴും ഉണ്ട്. ചാത്തൻ ആരാധന കേരളത്തിലുടനീളം പല ക്ഷേത്രങ്ങളിലും നടത്തി വരുന്നുണ്ട്. പക്ഷെ ഇതിനെ അസാധാരണമാക്കുന്നത് പലപ്പോഴും ഇത് ഹിന്ദു മതവിഭാഗം എന്നതിലുപരി പല മതങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിൽ നിന്നും ഒക്കെ ആളുകൾ ഇതിനായിട്ട് വെബ്സൈറ്റുകളും ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കുന്നു എന്നതാണ്. ചാത്തനെ ദുഷ്ടകാര്യങ്ങൾക്ക് ആയുധമാക്കുകയും ശരിയായ രീതിയിൽ പരിപാലിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ സഹായത്തോടെ ചെയ്ത ദ്രോഹങ്ങൾക്ക് ശിക്ഷ യജമാനു തന്നെ അനുഭവിക്കേണ്ടി വരും. സന്താന പരമ്പരകളും ഈ ശാപം പേറേണ്ടി വരും. 1900കളുടെ തുടക്കത്തിൽ ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്ന എൽ അനന്തകൃഷ്ണ അയ്യർ ഇത്തരം ചില സംഭവങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിരുന്നു. ഇതൊക്കെ അദ്ദേഹം ജീവിച്ച കാലഘട്ടം കൂടി മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കുന്നതാവും ഉചിതം. നമുക്കിനി കുറച്ച് ചാത്തൻ അനുഭവ കഥകൾ പറയാം. ദുബായിലെ ബിസിനസ്സുകാരനായ പത്മനാഭൻ ദുർഗാദാസ് തികഞ്ഞ ചാത്തൻ ഭക്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വർഷങ്ങളിൽ നടത്താറുള്ള ചാത്തൻ പൂജ മറന്നുപോയി. എന്നാൽ ആ വർഷം അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഫ്ലൈറ്റുകൾ മിസ്സായി, ചില മീറ്റിങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ് അസുഖങ്ങൾ പിടിപെട്ടു. പിന്നീട് ഓരോ വർഷവും അദ്ദേഹം ചാത്തന് കലശം ചെയ്യുകയും കേരളം സന്ദർശിക്കുമ്പോൾ പെരിങ്ങോട്ടുകരയിൽ മദ്യക്കുപ്പി നൽകുകയൊക്കെ ചെയ്തു. മറ്റൊരു കഥ രജനി ദീപാങ്കുരന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ഒരു തൊഴിലാളി ചാത്തനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വയലിൽ നിന്ന് വാഴക്കുല മോഷ്ടിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പേശികൾ അനക്കാനാവാതെ മണിക്കൂറുകളോളം അവിടെ നിന്നത്രേ. ശേഷം ഇവരുടെ കുടുംബം വിഷ്ണുമായ ക്ഷേത്രത്തിൽ വാഴക്കുല സമർപ്പിച്ച് ക്ഷമാപണം നടത്തി. അപ്പോഴാണ് അയാൾക്ക് വീണ്ടും ചലനശേഷി വന്നത്. അന്നു മുതൽ ഇവരുടെ കുടുംബം എല്ലാ വർഷവും ആ ക്ഷേത്രത്തിൽ വാഴക്കുല സമർപ്പിക്കാറുണ്ട്. ചാത്തനെ മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് കൃത്യതയാണ്. അവൻ ഒഴിവുകഴിവുകൾ സ്വീകരിക്കുകയില്ല. വാക്കുകൾ ലംഘിച്ചാൽ ചാത്തൻ നശിപ്പിച്ചു കളയുമെന്നാണ് പറയുന്നത്. 1950കളിൽ ഒരു നമ്പൂതിരിക്കും പാണസ്ത്രീക്കും ഒരു കുട്ടി ജനിച്ചു. സ്വാഭാവികമായിട്ടും അന്നത്തെ ജാതീയ വ്യവസ്ഥകൾക്കനുസരിച്ച് അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. ചൂടുള്ള ഒരു വേനൽക്കാലത്ത് 12 വയസ്സുള്ള ഈ ബാലൻ സമ്പന്നനായ ഒരു നായർ കുടുംബത്തിന്റെ കിണറിനടുത്തേക്ക് വന്നു. അവൻ ക്ഷീണിതനായിരുന്നു. ദയവായി കുറച്ച് വെള്ളം തരാമോ എന്ന് അവൻ അപേക്ഷിച്ചു. എന്നാൽ ആ കുടുംബത്തിലുള്ളവർ അവനെ പരിഹസിച്ചു. നീയുമായി വെള്ളം പങ്കിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അവനെ അവർ ഇറക്കി വിട്ടു. അവൻ കോപം കൊണ്ടും അപമാനം കൊണ്ടും വിറച്ചു അവരുടെ വയലിലേക്ക് നടന്നു.
ആ വീട്ടിലെ കാള അവിടെ മേയുന്നുണ്ടായിരുന്നു. അവൻ ആ മൃഗത്തെ പിടിച്ച് കഴുത്തറുത്ത് ദാഹം ശമിപ്പിക്കാനായി രക്തം കുടിച്ചു. ഗ്രാമത്തിലുള്ളവർ ഞെട്ടിപ്പോയി. പിന്നീട് നടന്ന കാര്യങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ആ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കന്നുകാലികൾ നിഗൂഢമായ രോഗങ്ങൾ മൂലം മരിക്കാൻ തുടങ്ങി. സമൃദ്ധമായ മഴയുണ്ടായിട്ടും അവരുടെ വിളകൾ നശിച്ചു. കുട്ടികൾക്ക് പനി പിടിച്ചു. മാസങ്ങൾക്കുള്ളിൽ ആ കുടുംബം നശിച്ചു. ഒരു ജ്യോത്സ്യൻ ലോകനാർക്കാവ് ക്ഷേത്രം സന്ദർശിച്ച് ചാത്തന് വഴിപാട് നടത്താൻ നിർദ്ദേശിച്ചു. അവർ തേങ്ങ, പൂക്കൾ, മദ്യം, കറുത്ത കോഴി തുടങ്ങിയവ ചാത്തന് വഴിപാടായി നൽകി ക്ഷമാപണം നടത്തി. അങ്ങനെ ആ അസ്വസ്ഥതകൾ നിന്നു. ദുർബലരെ അപമാനിക്കുന്നവരെ ശിക്ഷിക്കാൻ ആ കുട്ടി ഒരു കുട്ടിച്ചാത്തനായി എന്നാണ് കണ്ണൂരിലെ ചിലയിടങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ ഐതിഹ്യം. ഈ കഥയ്ക്ക് പല വകഭേദങ്ങളുണ്ട്. ഇനി ഈ കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ നോക്കാം. കൊച്ചിയിലെ ഒരു പുരോഹിതൻ വീട് ശുദ്ധീകരിക്കാൻ ഒരു യുവതിയുടെ ആർത്തവ രക്തം ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. അയാളെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹത്തെ നശിപ്പിക്കാൻ ആരോ ചാത്തനെ അയച്ചു, സംരക്ഷണത്തിന് വേണ്ടിയാണ് അയാൾ ഇത് ചെയ്തത്. 2008 കേരളത്തിലെ ചില കുടുംബങ്ങളിലെ ചാത്തമ്പാത നീക്കാൻ ഇളയ കുടുംബാംഗങ്ങളെ മർദ്ദിക്കുകയും പട്ടിണി കെടുത്തുകയും ചെയ്തിരുന്നു. 2022 കേരളത്തിലെ ഒരു കുടുംബത്തിന് നിഗൂഢമായ സാഹചര്യത്തിൽ അവരുടെ വീട്ടിൽ മരിച്ചതായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെ നിന്ന് പോലീസ് ചാത്തൻ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനത്തിലാണ് ചാത്തന്റെ പേരിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നത് അത്ഭുതകരമാണ്. യുക്തിപരമായ കാഴ്ചപ്പാടിൽ ഇതിനെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം എന്ന് നോക്കാം. പോൾട്ടർഗെയ്സ്റ്റ് പ്രവർത്തനം എന്ന് കേട്ടിട്ടുണ്ടോ? മനഃശാസ്ത്രജ്ഞർ പറയുന്ന അനുസരിച്ച് അങ്ങേയറ്റ സമ്മർദ്ദത്തിലുള്ള ചില ആളുകളുടെ മനസ്സ് അവർ വിചാരിക്കാത്തതുപോലെ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ബോധ മനസ്സിന് അറിയാൻ കഴിയില്ല. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഗംഗയറിയാതെ നാഗവല്ലി എന്ന ഉപബോധ മനസ്സ് കല്ലെറിഞ്ഞ് ക്ലോക്ക് പൊട്ടിച്ചതുപോലെ ഈ മാനസിക ബുദ്ധിമുട്ടുള്ള ആൾ ചെയ്യുന്നത് അയാൾ അറിയില്ല. മറ്റുള്ളവർക്ക് ഒരു പരിധിവരെ ആ രണ്ടാമത്തെ പേഴ്സണാലിറ്റി മനസ്സിലാവണമെന്നില്ല. ഇതാകാം ചാത്തന്റെ ഉപദ്രവമായി പണ്ടുകാലത്തെ കഥകളിൽ പറഞ്ഞു കേട്ടത്. രണ്ടാമത്തതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാസ് ഹിസ്റ്റീരിയ. ഫീനിക്സ് അനുഗ്രഹ പേടകത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സമുദായമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പോ വിശ്വാസങ്ങൾ പങ്കിടുമ്പോൾ അവർക്ക് ഒരുമിച്ച് വരുന്ന ഒരു തരം ഉന്മാദാവസ്ഥയാണിത്. എല്ലാവരും ഒന്ന് തന്നെ കണ്ടു എന്ന് മനസ്സ് അവരെ കബളിപ്പിക്കുന്ന അവസ്ഥ. മൂന്നാമത്തേതാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായി നടക്കുന്നത്, വഞ്ചന. മന്ത്രവാദികൾ ചില മാജിക്കുകളും ട്രിക്കുകളും ഒക്കെ കാണിച്ച ആളുകളെ പറ്റിക്കുന്ന പരിപാടി. ഇതിന്റെ ഉദാഹരണങ്ങൾ ട്രിക്സുകൾ പൊളിച്ചെടുക്കുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നാലാമത്തേത്, നമ്മളൊരു കാര്യത്തിൽ അമിതമായി വിശ്വസിക്കുമ്പോൾ, ഉദാഹരണത്തിന് ചാത്തനിൽ അമിതമായി വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ദൗർഭാഗ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണെന്ന് സ്വയം കരുതുക. കൺഫർമേഷൻ ബയസ് എന്ന് പറയും. ബിസിനസ് നഷ്ടത്തിലായാലും എന്നും പോകുന്ന ബസ് ഇത്തിരി വൈകിയാലും വരെ നമ്മൾ ചാത്തൻ ചെയ്തതാണെന്ന് സ്വയം കരുതും. 1970കളിലും 80കളിലും ആക്ടിവിസ്റ്റ് ആയിരുന്ന A.T. കോവൂരിനെ പോലെയുള്ളവര് കേരളത്തിൽ നടക്കുന്ന ഇത്തരം അവകാശവാദങ്ങൾ പൊളിക്കാൻ പല കാര്യങ്ങളും ചെയ്തിരുന്നു. ബാധകള്, അത്ഭുതങ്ങൾ തുടങ്ങിയവയുടെ രഹസ്യങ്ങളും ട്രിക്കുകളും പുറത്തു കൊണ്ടുവരികയും മന്ത്രവാദികളെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിയന്ത്രിതമായ സാഹചര്യത്തിൽ തങ്ങളുടെ ശക്തികൾ പ്രകടിപ്പിക്കാൻ മന്ത്രവാദികൾ ഒരുക്കമല്ലായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ കൂടെയും അമാനുഷികമെന്ന് ഉറപ്പിച്ചു പറയാനാകില്ലെങ്കിലും നമ്മുടെ അറിവ് കൊണ്ട് വിശദീകരിക്കാനാവാത്ത ചില കേസുകൾ ഇപ്പോഴും ഉണ്ട്. ചാത്തൻ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ ചാത്തനോടുള്ള അന്ധമായ വിശ്വാസത്തിന് ശക്തിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അത്ഭുത ശക്തിയെ കുറിച്ചല്ല. ഉദാഹരണത്തിന് ആരെങ്കിലും തങ്ങൾക്ക് ചാത്തന്റെ ശാപം കിട്ടി എന്ന് വിശ്വസിക്കുമ്പോൾ അവരുടെ സ്ട്രെസ് ഹോർമോണുകൾ വർക്ക് ചെയ്യുകയും അത് രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ഉറക്കമില്ലായ്മയും മറ്റ് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ആ ഭയം ഒടുവിൽ ശാപമായിട്ട് തന്നെ വർക്ക് ചെയ്യും. ശേഷം ചാത്തന് വേണ്ടി വഴിപാട് നടത്തി അനുഗ്രഹം സ്വീകരിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അതോടെ അവരുടെ പ്രഷർ കുറയുകയും അസുഖങ്ങൾ താനെ മാറുകയും ചെയ്യും. ഇവിടെ ചാത്തന്റെ മായയല്ല, അയാളുടെ മനസ്സാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ചാത്തൻ എന്ന എൻറ്റിറ്റിയേക്കാളും അപകടകരമാണ്. കാരണം മനുഷ്യരുടെ വിശ്വാസം അവരെ തന്നെ ബാധിക്കുകയാണ്. എന്തായാലും മലയാള സിനിമയിലൂടെയും കഥാപുസ്തകങ്ങളിലൂടെയും ഒക്കെ ചില ചാത്തന്മാർ നമുക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. 1980 മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം കൂടിയാണ്. അതിലൂടെ അതുവരെ ഭയപ്പെടുത്തിയിരുന്ന കുട്ടിച്ചാത്തൻ സങ്കല്പം കുട്ടികളുടെ കൂട്ടുകാരനായി ഒരു തലമുറയുടെ തന്നെ ധാരണകളെ പൊളിച്ചടുക്കി. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മായാവിയും ലുട്ടാപ്പിയും നമ്മളെ ചിരിപ്പിച്ചു. ഹലോ കുട്ടിച്ചാത്തൻ എന്ന സീരിയൽ നിങ്ങളിൽ പല മില്ലേനിയൽസും കണ്ടിട്ടുണ്ടാവും. പിന്നീട് വന്ന കുമാരിയും ഭ്രമയുഗവും വേറിട്ട ആംഗിളിലെ ചാത്തനെ നമുക്ക് മുന്നിലെത്തിച്ചു. പിന്നീട് ചാത്തനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ലോകം നമുക്ക് മുന്നിലെത്തി. അനീതി ഉള്ളിടത്തോളം കാലം ആളുകൾ സമ്പന്നതയ്ക്കും അധികാരത്തിനും വേണ്ടി ചാത്തനെ വിളിക്കും. ദുർബലർ ഉള്ളിടത്തോളം ആളുകൾ സംരക്ഷണത്തിനായും ചാത്തനെ വിളിക്കും. ചാത്തനോടുള്ള വിശ്വാസം ഉള്ളിടത്തോളം കാലം ചാത്തന്മാർ മാറി. ചാത്തം പിടിക്കണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ.